അവർ തമ്മിലുള്ള കൊള്ളക്കൊടുക്കുകളുടെ കണക്കൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇങ്ങനൊരു ഭീഷണി അദ്ദേഹം മുഴക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ജയിലിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല, മുഖ്യമന്ത്രിയെ കസേരയിൽ നിന്ന് താഴെ ഇറക്കും എന്ന് പറഞ്ഞില്ല, മുഖ്യമന്ത്രിയുടെ മകളെ അകത്താക്കും എന്നാണ് പറഞ്ഞത്. അകത്താക്കും എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. ജയിലിൽ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും കേസിൽ ഉൾപ്പെടുത്തും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ആറ്റം ബോംബിൻ്റെ സ്വഭാവം എത്രയാണെന്നോ അതിൻ്റെ പ്രഹരശേഷി എത്രയാണെന്നോ അറിയില്ല. ഹിരോഷിമയിലിട്ട ബോംബാണോ അതോ നാഗസാക്കിയിലിട്ട ബോംബാണോ ഇനി മറ്റെവിടെയെങ്കിലും ഇടാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ബോംബാണോ എന്നും അറിയില്ല. നമസ്കാരം. ഇന്നലെ കിറ്റക്സ് സാബു എന്ന് പറയുന്ന സാബു എം ജേക്കബ് 2020 അമരക്കാരൻ വലിയൊരു ബോംബ് പൊട്ടിച്ചു. ചെറിയ ബോംബല്ല, ആറ്റം ബോംബ്. ആറ്റം ബോംബ് ആരെക്കുറിച്ചിട്ടാണ്? വീണ വിജയനെക്കുറിച്ച്. ഈ അടുത്ത കാലത്ത് ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ ബോംബ് എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ആറ്റം ബോംബ് തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. നേരത്തെ പൊട്ടിച്ച ബോംബ് എന്ന് പറയുന്നത് മാസപ്പടി വിവാദത്തിൽ SFIO സംബന്ധിച്ച ബോംബാണ്. അതുമായി ബന്ധപ്പെട്ട കോടതി വിധി അതിനു മുമ്പ് ബോംബ് പൊട്ടിച്ചത് മലയാള മനോരമയുടെ ജോമി തോമസ് ആണെങ്കിൽ, പിന്നീട് മാത്യു കുഴൽനാടനും അതേപോലെ ഷോൺ ജോർജും 2 തരത്തിൽ ബോംബ് പൊട്ടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ഇന്നും മാത്യു കുഴൽനാടൻ പുതിയ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെ കരിമണൽ കർത്തയുമായുള്ള മാസപ്പടി വിവാദത്തിലും അതേപോലെ ഇടപാടുകളിലെല്ലാമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പൊട്ടിച്ചത്. അദ്ദേഹം പൊട്ടിച്ചത് 100 കോടി രൂപയുടെ ഇടപാടാണെങ്കിൽ ശരിക്കും 100 കോടിയല്ല, ഏറ്റവും ചുരുങ്ങിയ 10,000 കോടി രൂപയെങ്കിലും കരിമണലിൽ നിന്ന് പിണറായി വിജയൻ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനെ കവച്ചു വെക്കുന്ന കാര്യമാണ് ഷോൺ ജോർജ് ചെയ്തത്. ഷോൺ ജോർജ് 40,000 കോടി രൂപയുടെ കരിമണൽ അവിടെ നിന്ന് കടത്തിയിട്ടുണ്ട്. ആ കരിമണൽ കടത്തിയപ്പോൾ അതിൽ പിണറായി വിജയൻ എത്ര അടിച്ചു കൊണ്ടുപോയി വിദേശത്ത് എത്തിച്ചത് എന്ന് നമുക്കാർക്കും ഊഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു 25,000 കോടി രൂപ പിണറായി വിജയന് പല അനധികൃത സമ്പാദ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനെ പല വഴികളിലൂടെ ചെറിയ വഴികളിലും വലിയ വഴികളിൽ കൂടിയാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയത്. ഇപ്പം അതിനേക്കാളൊക്കെ വലിയൊരു ബോംബ് ഇപ്പോൾ ആറ്റം ബോംബ് തന്നെ നമ്മുടെ ആരടുത്തുണ്ട്? കിറ്റക്സ് സാബുവിൻ്റെ അടുത്തുണ്ട്. ആ ബോംബിനെ കുറിച്ചുള്ള കാര്യമാണ് ആര് പറയുന്നത്? നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ. ഇന്നലെ അദ്ദേഹം കിഴക്കമ്പലത്ത് 2020 മഹാസമ്മേളനത്തിൽ പ്രാസംഗികനായി വന്നിട്ടുണ്ട്. ആ പ്രാസംഗികനായി വന്ന സമ്മേളനത്തിൽ കൃത്യമായി എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനും ഒരാഴ്ച മുമ്പ് പിണറായി വിജയൻ്റെ മകളെയും അറസ്റ്റ് ചെയ്യിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ആറ്റം ബോംബ് തന്നെയാണ്. ഇതുവരെ നമ്മൾ കണ്ടതെന്നല്ല. ഞാനൊക്കെ ലാവ്ലിൻ കേസ് അതിനുശേഷം അങ്ങനെ വന്നിട്ട് പല ബോംബുകളും പൊട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഏറ്റിട്ടുമുണ്ട്. സുപ്രീം കോടതിയിൽ അടക്കം ആ ബോംബുകൾ കിടക്കുകയാണ്. അതിനുശേഷം നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്ത് ബോംബ്, അതേപോലെ ഡോളർ ബോംബ്, പിന്നെയോ നമ്മുടെ ലൈഫ് മിഷൻ ബോംബ്, അങ്ങനെ ഒത്തിരി ബോംബുകൾ വന്ന് നിൽക്കുകയാണ്. അതൊക്കെ തന്നെ ഏത് സമയത്തും അതിൻ്റെ മാരകമായ പ്രയോഗങ്ങൾ പിണറായി വിജയനെയും കുടുംബത്തെയും ഏൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ജയശങ്കർ, നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ, എന്നും ഹാസ്യമായി നർമ്മരസത്തോടെ ഏത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നേരിട്ട് അനുഭവസ്ഥനായിക്കൊണ്ട് അദ്ദേഹം കിഴക്കമ്പലത്ത് പോയുള്ള അനുഭവം വിവരിക്കുകയാണ്. ആ ബോംബ്, ആറ്റം ബോംബ് എന്തായിരിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അമേരിക്കയിലെ മയോ ക്ലിനിക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായ സൂചനയാണ്. അതായത് നമ്മുടെ കിറ്റക്സ് സാബ് ഒരു സൂചന നൽകിയിരിക്കുകയാണ്. മയോ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ യാത്രയിലാണ്. മകൾക്ക് വേണ്ടി വലിയ ഇടപാട് പിണറായി വിജയൻ നടത്തിയതായിരിക്കാം ആ ആറ്റം ബോംബ് എന്ന് കരുതണം. അപ്പം മയോ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിലെല്ലാം അന്ന് കൃത്യമായിട്ട് ആരുണ്ടായിരുന്നു? സാബു എം ജേക്കബ് ഉണ്ടായിരുന്നതിൻ്റെ രേഖകളും ഉണ്ടായിരിക്കാം. കാരണം അന്ന് സാബു എം ജേക്കബിനെ അദ്ദേഹം വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ സാബു എം ജേക്കബ് അതിനുവേണ്ടി പോയിട്ടുണ്ടാവില്ല. എനിക്ക് ഇത്തരം ഇടപാടുകളൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ രേഖ എന്തായാലും ആറ്റം ബോംബ് നമ്മുടെ സാബു എം ജേക്കബിൻ്റെ അടുത്തുണ്ട്. നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഇന്ന് ABC മലയാളത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യൂ എന്താണെന്നുള്ളതൊന്ന് കേൾക്കാം. ഇന്നലെ, അതായത് ഫെബ്രുവരി 25 ഞായറാഴ്ച വൈകുന്നേരം എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് 2020 ഒരു മഹാസംഗമം നടന്നു. ഈ പരിപാടിയിലേക്ക് അവരെന്നെ ക്ഷണിച്ചിരുന്നു. ഞാനതിൽ പോവുകയും പങ്കെടുക്കുകയും ചെയ്തു. വലിയ ആൾക്കൂട്ടമായിരുന്നു എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതാണ്. അതിൽ തന്നെ വലിയൊരു വിഭാഗം സ്ത്രീകളായിരുന്നു.
സാധാരണ നമ്മുടെ നാട്ടിൽ ഈ പൊതുയോഗങ്ങളിൽ കാണപ്പെടുന്ന പോലെ തിക്കോ തിരക്കോ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സദസ്സിൽ എമ്പാടും കസേരകൾ നിരത്തിയിരുന്നു. ആളുകൾ വളരെ സമാധാന ചിത്തരായിട്ട് ഈ പ്രസംഗങ്ങളെല്ലാം ആദ്യം അധ്യായം കേൾക്കുകയും ചെയ്തു. യോഗം തുടങ്ങുന്ന സമയത്തുള്ള ഒരാളും ആ യോഗം തീരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോയില്ല. യോഗസ്ഥലത്ത് ഇരിക്കാൻ സ്ഥലമില്ലാതെ വലിയൊരു വിഭാഗം ആളുകൾ പുറത്ത് റോഡിലും ആ പരിസര പ്രദേശങ്ങളിലുമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അത്ര വലിയ ജനസഞ്ചയമായിരുന്നു കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്നും സമീപത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും വരെ വന്നവരാണ് എന്ന് മനസ്സിലായി. ചിലർ അമേരിക്കയിൽ നിന്നൊക്കെ വന്നവരുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഇവിടെ ലീവിന് വന്നപ്പോഴായിരിക്കും കിഴക്കമ്പലത്ത് ഇങ്ങനെ ഒരു സംഗമം നടക്കുന്നു എന്നറിഞ്ഞ് അവിടെ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി വന്നു. അതെന്തോ ആട്ടെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘടകനായ സാബു എം ജേക്കബ് എൻ്റെ ഒരു സുഹൃത്തും സഹപാഠിയുമാണ്. 1978-80 കാലത്ത് ഞങ്ങൾ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഒരേ ബാച്ചിൽ പഠിച്ചവരാണ്. 2 ഗ്രൂപ്പായിരുന്നു എങ്കിൽ പോലും. ആ സാബുവിൻ്റെ സഹോദരനും നമ്മുടെ കുറച്ച് സീനിയറായിട്ട് പഠിച്ചതാണ്. എനിക്ക് ഇവരുമായിട്ട് വളരെ കാലമായിട്ടുള്ള അടുപ്പമുണ്ട്, സൗഹാർദ്ദമുണ്ട്. അങ്ങനെ സാബുവിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു. ഞാൻ ചെല്ലാമെന്ന് സമ്മതിച്ചു. ഈ 2020 പ്രസ്ഥാനം തുടങ്ങിയ കാലം മുതൽ ഇതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ ഗതിവിഗതികൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ആളുമാണ്. അപ്പോൾ എന്താണ് ഈ 2020 എന്ന് കിഴക്കമ്പലത്ത് പോയി ഒന്ന് മനസ്സിലാക്കാം എന്ന ഒരു ചെറിയ സതുദ്ദേശം അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് കൂടിക്കൊള്ളു. ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കും ആളുകൾ വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞു. മീറ്റിംഗ് തുടങ്ങി. ഞാനൊരു 10-15 മിനിറ്റോളം സംസാരിച്ചു. ഞാൻ ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളിൽ ജനങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വാസം ഉണ്ടാകാതെ പോകുന്നു, അല്ലെങ്കിൽ ഉള്ള വിശ്വാസം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. 2020 പോലെ, അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ ഉദയം ചെയ്ത V4 കൊച്ചി പോലെ, അതല്ലെങ്കിൽ പഞ്ചാബിലും ഡൽഹിയിലൊക്കെ ഇപ്പോൾ അധികാരം പിടിച്ചിരിക്കുന്ന ആം ആദ്മി പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ എങ്ങനെ അധികാരത്തിൽ വരുന്നു, എന്തുകൊണ്ട് ജനങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നു എന്ന കാര്യമാണ് അവിടെ പറയാൻ ശ്രമിച്ചത്. അതിനുശേഷമാണ് ഈ സാബു എം ജേക്കബിൻ്റെ പ്രസംഗം ഉണ്ടായത്. സാബു വലിയ ആവേശത്തോടെയാണ് സംസാരിച്ചത്. അദ്ദേഹം തുടക്കം മുതൽ പറഞ്ഞത് നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, അതിൽ തന്നെ CPMകാരെക്കാളും DYFI പ്രവർത്തകർ ഇദ്ദേഹത്തെക്കുറിച്ച് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്കും അല്ലെങ്കിൽ വീട്ടിലേക്കുമൊക്കെ പ്രകടനങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുന്നു. ഇതേക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം സംസാരിച്ച് തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു, സ്ഥലം MLAയുടെ താല്പര്യപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭാവന കൊടുത്താണ്. ചെറിയ സംഖ്യയൊന്നുമല്ല, വലിയ സംഖ്യ സംഭാവന കൊടുത്താണ്. ഈ CPMൻ്റെ നേതാക്കന്മാർ രാത്രിയുടെ മറവിൽ തലയിൽ മുണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് വലിയ സംഖ്യക്കുള്ള ചെക്ക് വാങ്ങി പോകുന്നവരാണ്. ഈ കാര്യം DYFIക്കാർക്ക് അറിയില്ല. DYFIക്കാർ സ്ഥല MLAയുടെ നിർദ്ദേശം അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കും, ഇദ്ദേഹത്തെ കത്തിക്കും പച്ചയ്ക്ക് ഞങ്ങൾ കത്തിക്കും എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സ്ഥലം MLAയുടെ താല്പര്യപ്രകാരം ഇദ്ദേഹത്തിനെതിരെ ആ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി പരാതികൾ നിലനിൽക്കുകയാണ്. എത്ര പരാതി ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം അത്രയധികം പരാതികൾ ഓരോ സന്ദർഭത്തിലും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തെ ജയിലിലടക്കും എന്ന ഒരു ഭീഷണി നിലനിൽക്കും. അതിനുശേഷമുള്ള ഭാഗമാണ് നിങ്ങൾ ടെലിവിഷനിലൊക്കെ കണ്ടു കാണാൻ സാധ്യത. അതിനുശേഷം അദ്ദേഹം തുടർന്ന് പറഞ്ഞു, എന്നെ ജയിലിൽ അടച്ചാൽ, എന്നെ അറസ്റ്റ് ചെയ്താൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാനല്ല, സാബുവിനെ അറസ്റ്റ് ചെയ്താൽ സാബു വെറുതെ ഇരിക്കില്ല. ഒരാഴ്ചക്കകം മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയെ ഞാൻ അകത്താക്കും. അദ്ദേഹം ഉപയോഗിച്ച കൃത്യവാക്യതാണ്, മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയെ അകത്താക്കും. സ്വപ്ന സുരേഷിൻ്റെ കയ്യിലുള്ള ബോംബല്ല എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ കയ്യിലുള്ളത് ആറ്റം ബോംബാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് കേട്ട് ഈ 2020 പ്രവർത്തകരും സ്റ്റേജിൽ നിന്ന് ആളുകളൊക്കെ കൈയടിച്ചു. അത് സത്യമാണ്. അത് ടെലിവിഷനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം അദ്ദേഹം പിന്നെയും മറ്റു പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പമുണ്ട്, വളരെ കാലത്തെ അടുപ്പമുണ്ട്. മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോഴൊക്കെ ഇദ്ദേഹം കൂടെ പോയിട്ടുണ്ട്. മയോ ക്ലിനിക്കിൽ പോയപ്പോഴും സാബു കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ഇനിയിപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് അറിയെങ്കിൽ നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചോദിക്കണം. അതുകൊണ്ട് സാധ്യവുമല്ല.
മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. സാബു പറയുന്നതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ കിടന്നപ്പോൾ എല്ലാ ദിവസവും സാബു കൂടെ ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്ന് സാബുവിന് നന്നായിട്ട് അറിയാം. സാബു അത് പറയാത്തത് അദ്ദേഹത്തിൻ്റെ അന്തസ്സ് കൊണ്ടും മര്യാദ കൊണ്ടും തറവാടിൻ്റെ മഹത്വം കൊണ്ടുമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതൊക്കെ വിളിച്ചു പറയാം, പക്ഷേ വിളിച്ചു പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ആ രീതിയിലുള്ളൊരു മര്യാദ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് സാബുവിൻ്റെ ആരോപണം. അവർ തമ്മിലുള്ള കൊള്ളക്കൊടുക്കുകളുടെ കണക്കൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇങ്ങനൊരു ഭീഷണി അദ്ദേഹം മുഴക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ജയിലിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. മുഖ്യമന്ത്രിയെ കസേരയിൽ നിന്ന് താഴെ ഇറക്കും എന്ന് പറഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ മകളെ അകത്താക്കും എന്നാണ് പറഞ്ഞത്. അകത്താക്കും എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. ജയിലിൽ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും കേസിൽ ഉൾപ്പെടുത്തും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ആറ്റം ബോംബിൻ്റെ സ്വഭാവം എത്രയാണെന്നോ അതിൻ്റെ പ്രഹരശേഷി എത്രയാണെന്നോ അറിയില്ല. ഹിരോഷിമയിലിട്ട ബോംബാണോ അതോ നാഗസാക്കിയിലിട്ട ബോംബാണോ ഇനി മറ്റെവിടെയെങ്കിലും ഇടാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ബോംബാണോ എന്നും അറിയില്ല. ഏതായാലും അദ്ദേഹം ഇങ്ങനെ ഒരു വെല്ലുവിളി മുഴക്കിയിട്ടുണ്ട്. ഇനി എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് കിഴക്കമ്പലത്തെ ഡിവൈഎഫ്ഐക്കാരാണ്, അല്ലെങ്കിൽ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും മറ്റു ആളുകളുമാണ്, അല്ലെങ്കിൽ കിഴക്കമ്പലത്തെ പോലീസ് ഇൻസ്പെക്ടറും പോലീസുകാരുമാണ്. സാബുവിൻ്റെ പേരിൽ ഇനിയും കേസെടുക്കുകയോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ, അങ്ങനെ ചെയ്താലേ നമുക്കിനി ഒരു സാധ്യതയുള്ളൂ. സാബു എന്ത് ബോംബാണ് പൊട്ടിക്കുക, ആ പൊട്ടുന്ന ബോംബിൻ്റെ ശക്തി യഥാർത്ഥത്തിൽ എത്ര മാരകമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതോ ഇനി സാബുവിൻ്റെ ഉള്ളത് വെറും ഏറുപടക്കമാണോ, അതോ പൊട്ടാസാണോ, മത്താപ്പാണോ എന്നൊന്നും അറിയില്ല. സാബു ഇന്നലെ പറഞ്ഞത് അവിടെ ഞാൻ കേട്ടതുമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ പോലീസിൻ്റെ അടുത്ത നടപടി വരെ കാത്തിരിക്കേണ്ടതായിട്ടിരിക്കുന്നു. സാബുവിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ബോംബ് പൊട്ടും, ആർക്കൊക്കെ എന്തൊക്കെ പരിക്കേൽക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. അത് സാബുവിന് മാത്രം അറിയുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ സാബുവിനും കാരണഭൂതനും മാത്രം അറിയുന്ന കാര്യമായിരിക്കും. ഏതായാലും ശ്രീനിജനും സാബു തമ്മിലുള്ള വഴക്കിലേക്ക് മുഖ്യമന്ത്രിയുടെ മകളെ വലിച്ചഴിച്ചു കൊടുന്ന് അത്ര ശരിയായോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. പക്ഷേ പ്രാണരക്ഷാർത്ഥമായിരിക്കും സാബു ഇങ്ങനൊരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ഭീഷണി മുഴക്കിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ ആർക്ക് ദോഷമില്ലാത്ത രീതിയിൽ അവസാനിക്കട്ടെ എന്ന് മാത്രം